ഇന്ന് രാവിലത്തേക്കുള്ള ചായക്കുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇക്കാക്കനെ വേഗം വിളിച്ചിട്ടുണ്ടോ. ഇക്കാക്കാണെങ്കിൽ ക്യാമറ കാണാൻ ഭയങ്കര മടിയാണ്. എപ്പോഴായിട്ട് ഇവിടെ ഒരാളെ ഓർലിച്ചിട്ടിട്ട് കളിക്കുന്നത് കണ്ടത്. അപ്പോൾ അവള് പറയണത് നിങ്ങൾ കേട്ടോട്ടോ. പഞ്ചസാരയില്ല, തുറക്കണ്ട. ആൾക്ക് ജൂനിയർ ഓർലിച്ച് തുറന്നു കൊടുക്കാനാട്ടോ ആള് പറയുന്നത്. പിന്നെ നല്ല ഇടിയപ്പവും കടലക്കറിയും അതുപോലെ തന്നെ പാൽ ചായക്കൂടെ സെറ്റാക്കി വെച്ചേക്കാണ്. ഇക്കാക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റപ്പോൾ കണ്ട കാഴ്ച ഇതാട്ടോ. എലി കയറി ആകെ നാശാക്കി ഇട്ടേക്കാണ്. തുരഞ്ഞ് അങ്ങോട്ട് അലാക്കാക്കി വെച്ചേക്കാട്ടോ. അതൊക്കെ വേഗം ക്ലീൻ ആക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് അടിച്ച് തുടക്കാമെന്ന് വിചാരിച്ചേ. എലി എവിടെയൊക്കെ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടപ്പരുതി ഞാൻ തുടക്കുന്നുണ്ട് കേട്ടോ. തുടക്കുന്നല്ല, നല്ലോണം തേച്ചൊരിച്ച് കഴുകുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കയറിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ തുടച്ചാൽ മതി വരില്ല, ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. അങ്ങനെ നല്ലോണം തുടച്ചിട്ട് അതിൻ്റെ എല്ലാ അടിയിലും ഉള്ളിലൊക്കെ തുടച്ച് തിണ്ണയൊക്കെ തുടക്കുന്നുണ്ട്. പിന്നെ മിക്സിയൊക്കെ തുടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം മാറ്റി എല്ലാം സെറ്റാക്കി തുടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്തിലൊക്കെ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബേസത്തിലുണ്ടായ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രവും ചായ കാച്ചിയ പാത്രമൊക്കെ എല്ലാം കഴുകി വെച്ച് പിന്നെ ചോറ് ഇത്തിരി കളയാനുണ്ടായിരുന്നു കേട്ടോ. അതും കളഞ്ഞിട്ട് ഞാൻ നേരെ പോയി തുടക്കുക കേട്ടോ ചെയ്തത്. ഹാളൊക്കെ ഒരുവിധം ഞാൻ തുടച്ചങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അടുക്കള മാത്രം എനിക്ക് തുടച്ചാൽ മതി. പിന്നെ എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉമ്മ എനിക്ക് 2 ബോണ്ട തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ച് നേരെ ചൂലും തടുക്കും അതുപോലെ തന്നെ ചൗറൂരിയും എല്ലാം കഴുകുന്നുണ്ട്. അതെല്ലാം തുടച്ചതല്ലേ. പിന്നെ ബാത്റൂമും കൂടെ കഴുകിയിട്ടാട്ടോ ഞാൻ കയറിയത്. പിന്നെ അടുക്കള ഒന്നും കൂടി ഒന്ന് പിനോയിലിട്ട് തുടക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം തുടച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനാട്ടോ പോയത്. അടുക്കളയൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ ഇടിയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ.